പലതരം പച്ചടികളുണ്ട്. അതിൽ ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ബീട്രൂട്ട് പച്ചടി. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ബീട്രൂട്ടിന് ചെറിയ മധുരം ഉണ്ടാകും. ഇത് പച്ചടിയുടെ ടേസ്റ്റ് കൂട്ടും. ചില ബീട്രൂട്ടിൻ്റെ ഉള്ളിൽ വെള്ള കളർ ഉണ്ടാകും, അത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ചു കഴിയുമ്പോൾ ബീട്രൂട്ടിൽ നിന്നും വെള്ളം ഇറങ്ങും. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കണം. ബീട്രൂട്ട് കുക്കാവുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും, നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല, അപ്പോൾ പച്ചമുളക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. ഇപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് അരയ്ക്കണം. കടുക് കുറേ നേരം ഇട്ട് അരയ്ക്കുമ്പോൾ കടുകിൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് വരും. അതുകൊണ്ടാണ് കടുക് നേരത്തെ ചേർക്കാഞ്ഞത്. അത് ഇഷ്ടമുള്ളവർക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അധികം വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ബീട്രൂട്ട് കുക്കായി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് അരപ്പ് കുക്കാകുന്നവരെ വേവിക്കണം. ഇപ്പോൾ അരപ്പ് കുക്കായിട്ടുണ്ട്. ഉപ്പ് നോക്കി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായി കട്ടകളില്ലാതെ അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൽ വെള്ളം ചേർക്കരുത്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു നോക്കി ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി കൂടാനും പാടില്ല, അതുപോലെ പുളി ഒട്ടും കുറയാനും പാടില്ല. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ആവി വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി പച്ചടിയിലേക്ക് കടുക് വറുത്തിടണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. അതിനുശേഷം 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വെക്കണം. ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല കളറുള്ള ബീട്രൂട്ട് എടുത്താൽ ബീട്രൂട്ട് പച്ചടിക്ക് നല്ല കളറ് കിട്ടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പച്ചടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.